ആദ്യ കാലഘട്ടത്തിൽ വലിയ സ്വീകാര്യതയാണ് കിട്ടിയത്, വലിയ സ്വീകാര്യത. പക്ഷേ ഹാബിറ്റാറ്റ് ഒരു സംഘടന എന്നുള്ള രീതിയിൽ ഒരു 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 സമയം വന്നപ്പോഴത്തേക്ക് ഈ ടെക്നോളജിക്ക് സ്വീകാര്യത കിട്ടണമെങ്കിൽ നമുക്ക് നമ്മുടെ നാട്ടിലെ ഒരു സാമൂഹ്യ രീതിയുണ്ട്. അതായത് നമ്മളെക്കാളും പണമുള്ളവർ എങ്ങനെ വീട് വയ്ക്കുന്നു നോക്കിയിരിക്കുന്ന വടക്ക് നോക്കിയ യന്ത്രങ്ങളാണ് കേരളത്തിലെ നമ്മുടെ സമൂഹം മുഴുവൻ. അപ്പം അവരുടെ കെട്ടിടങ്ങൾ അടയാളമാകുന്നു, അതുപോലെ കെട്ടിടം വയ്ക്കണം എന്നുള്ള ഇത്. അപ്പം ഞാൻ വിചാരിച്ചു അതിന് ഏറ്റവും പറ്റിയ രാഗം ചില നമ്മുടെ സർക്കാർ തലത്തിലുള്ള കെട്ടിടങ്ങളിൽ ഇത്തരം ഈ ടെക്നോളജി പ്രയോഗിച്ച് കഴിഞ്ഞാൽ ഒരു പക്ഷേ ഇത്തരം കെട്ടിടങ്ങളിലൂടെ കുറേ സ്കൂളുകൾ, അംഗൻവാടികൾ, വില്ലേജ് ഓഫീസുകൾ ഇത്തരം വന്നു കഴിഞ്ഞാൽ ഇത് സ്വീകാര്യത കൂടും എന്നുള്ള രീതിയിൽ അന്നത്തെ ഭരണ കർത്തവ്യങ്ങളിലൊന്നായിട്ട് ഒന്നായിട്ട് ഈ ചിലവ് കുറഞ്ഞ ഇത് നിർമ്മാണം ഇത് പ്രോത്സാഹിപ്പിക്കുക എന്നുള്ള രീതിയിൽ ഒരു 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 കാലഘട്ടം ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ ശ്രീ ലോറി ബേക്കറിന് കിട്ടിയൊരു സ്വീകാര്യതയുണ്ട്. അത് അന്ന് ലോറി ബേക്കറിനെ എതിർത്തിരുന്ന കേരളത്തിലെ സ്ഥാപിത വർഗമുണ്ട്. അതായത് കേരളത്തിലെ ഗവൺമെൻറ് എൻജിനീയറിംഗ് വിഭാഗങ്ങളെല്ലാം ഒന്നടങ്കം എതിർത്തിട്ടും അന്നത്തെ മുഖ്യമന്ത്രി സി അച്യുതമേനോൻ്റെ ഒറ്റ നിശ്ചയദാർഢ്യത്തിന് മുമ്പിൽ അവർ ലോറി ബേക്കറിന് പകരം ലീക്കി ബേക്കർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചാർത്തുകൾ കൊടുത്ത് അദ്ദേഹത്തിൻ്റെ ഈ പ്രവേശനം തടസ്സപ്പെടുത്തും. പക്ഷേ അച്യുതമേനോൻ അദ്ദേഹത്തിൻ്റെ ഒറ്റ നിശ്ചയദാർഢ്യത്തിന് പുറകിൽ വിശ്വാസത്തിന് പുറത്താണ് ഇവിടെ ആദ്യമായിട്ട് ഈ പബ്ലിക് ബിൽഡിങ്ങിൻ്റെ ഇതിനകത്ത് സെൻറ്റർ ഫോർ ഡെവലപ്മെൻറ്റ് സ്റ്റഡീസ് വരുന്നത്, ലാംഗ്വേജ് ഇൻസ്റ്റിറ്റ്യൂട്ട് വരുന്നത് തുടങ്ങിയിട്ടുള്ള ആദ്യമായിട്ടാണ്. ഒരു പക്ഷേ കേരളത്തിലെ ഇന്ത്യയിൽ ആദ്യമായിട്ട് പൊതു ഈ മേഖല രംഗത്ത് പബ്ലിക് ബിൽഡിങ്സ് വരുന്ന ശ്രീ ലോറി ബേക്കറിൻ്റെ കെട്ടിടങ്ങളായിരുന്നു. പക്ഷേ ഇത് വലിയ രീതിയിലുള്ള ഒരു സംഘർഷാവസ്ഥ ഉണ്ടായി. കാരണം ഒരാളുടെ നിസ്സഹായാവസ്ഥ, ഒരാളുടെ അറിവില്ലായ്മ വിറ്റ് ജീവിക്കുന്ന ഒരു വ്യവസായത്തിന്, കെട്ടിട നിർമ്മാണ വ്യവസായത്തിന് ഇത് താങ്ങുമായിരുന്നില്ല. അവർക്ക് ജനസൗഹാർദ്ദപരം എന്നൊക്കെ പറയുന്നൊരു വാക്ക് മാത്രമാണ്. ഇതിനകത്തുള്ള നിസ്സഹായാവസ്ഥ, ഒരു ജനങ്ങളുടെ ഒരു വീട് വയ്ക്കാൻ ഉദ്ദേശിക്കുന്ന ഒരാളുടെ നിസ്സഹായാവസ്ഥ നമുക്കറിയാം. നിസ്സഹായാവസ്ഥ വളർന്ന് കൊഴുക്കുന്ന വ്യവസ്ഥാപക വർഗ്ഗക്കാർ, അത് സർക്കാർ ഉദ്യോഗസ്ഥന്മാരുൾപ്പെടെയുള്ള ഇൻസെൻസിറ്റീവായിട്ടുള്ള ബ്യൂറോക്രസി ഉൾപ്പെടെയുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. ഞാൻ നിർഭാഗ്യവശാൽ ഞാൻ 2000 ഒക്കെ ആകുമ്പോഴത്തേക്ക് ഞാൻ ഈ കൂടുതൽ കെട്ടിടങ്ങൾ ഈ പബ്ലിക് ബിൽഡിങ്സിലേക്ക് കയറി. അതെനിക്ക് ജീവിതത്തിലൊരു പരാജയമായി, പിൽക്കാല പരാജയമായിട്ട് മാറി. കാരണം നല്ല നല്ല കെട്ടിടങ്ങൾ ചെയ്തു, പക്ഷേ ഇതിൻ്റെ ഒരു അക്രഡിറ്റേഷൻ പ്രോസസ്സിൽ വന്നിട്ടുള്ള ചില അപാകതകളൊക്കെ കാരണം ഇത് പിൽക്കാലത്ത് ബാക്കി എല്ലാ സംഘടനകളും അവർ ഒത്തുചേരുകയും ഞങ്ങൾക്ക് പൈസ തരാതിരിക്കുകയും ചെയ്തു. ഈ കെട്ടിടങ്ങൾ ഉണ്ടാക്കുക, പൈസ തരാതിരിക്കുക, അങ്ങനെ ശ്വാസം മുട്ടിച്ച് കൊല്ലുന്ന രീതിയിലേക്കുള്ളൊരു പ്രവർത്തനങ്ങളിലേക്ക് മാറിയത് അത് ഹാബിറ്റാറ്റിൻ്റെ വളർച്ചയെ സംബന്ധിച്ചോളം വലിയ കഷ്ടനഷ്ടങ്ങൾ പിൽക്കാലത്തുണ്ടായി. ഹാബിറ്റാറ്റിൻ്റെ യാത്രയിൽ ഒരുപാട് നാഴികക്കല്ലുകൾ ഉണ്ടായിട്ടുണ്ട്. അത് ഓർക്കാതിരിക്കാൻ കഴിയില്ല. ഒന്ന് ചില അവസരങ്ങളാണ് ഹാബിറ്റാറ്റിൻ്റെ വളർച്ചയിൽ പ്രധാനമായിട്ടും ലോകത്തിലെ ഏറ്റവും വലിയ മൺകെട്ടിടം ചെയ്യാനുള്ളൊരു അവസരം ഉണ്ടായത്. ബംഗ്ലാദേശിലെ ഈ വെള്ളപ്പൊക്കം എന്നും ഒരു പ്രശ്നമായിട്ടുള്ള ബ്രഹ്മപുത്രയുടെ തീരത്ത് ഡാക്കയുടെ അടുത്ത് 6 ലക്ഷം ചതുരശ്ര അടിയുള്ള ഒരു കെട്ടിട നിർമ്മാണ സമുച്ചയം. ഇതൊരിക്കലും വർത്തമാനകാലത്ത് ഏറ്റവും വലിയ ഒരു മൺകെട്ടിട സമുച്ചയം ചെയ്യാനുള്ളൊരു ഭാഗ്യമുണ്ടായി. രൂപകൽപ്പന ചെയ്യാനും പണിയുവാനായിട്ട് ഭാഗ്യമുണ്ടായി. അതേപോലെ ഈ നമ്മൾ ഇന്ത്യയിൽ ആദ്യത്തെ ഈ സന്തുലിത വാസ്തുശില്പത്തിന് മാതൃകകൾ സൃഷ്ടിച്ച് ഹാബിറ്റാറ്റാണെന്ന് അഭിമാനപൂർവ്വം പറഞ്ഞുകൊണ്ട് 1990കളിൽ ഇന്ത്യയിൽ ആദ്യത്തെ ഒരു ടൗൺഷിപ്പ് ഉണ്ടാകും, ചെറിയ ടൗൺഷിപ്പ്, 600 ഫാക്ടറി ഉടമയ്ക്കും തൊഴിലാളികൾക്കുള്ള ഒരു ഹൗസിംഗ് കോളനി, ഏറ്റവും സന്തുലിതമായിട്ടുള്ള വാസ്തുശില്പത്തെ എല്ലാ മാതൃകകളും സൃഷ്ടിച്ച് പ്രകൃതിക്ക് അനുരൂപമായിട്ടുള്ള ചിലവ് കുറഞ്ഞ ഊർജ്ജം സംഭരിക്കുന്ന ഒരു കെട്ടിട നിർമ്മാണ വിദ്യയുടെ ആദ്യത്തെ ആവിഷ്കരണം, 700 വീടുകളുടെ ആവിഷ്കരണം നമ്മുടെ തൊട്ടടുത്തുള്ള കോയമ്പത്തൂരിൻ്റെ തൊട്ടടുത്തുള്ള സിനിമുകൈ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. സിനിമുകൈ അവിടെ ഒരു സൗത്ത് ഇന്ത്യ വിസ്കോസ് എന്ന് പറഞ്ഞാൽ അവരുടെ തൊഴിലാളികൾക്കും ഉടമസ്ഥനും തൊഴിലാളികൾക്കും എല്ലാവർക്കായിട്ട് പല രീതിയിലുള്ള 600 വീടുകൾ സൃഷ്ടിക്കുകയുണ്ടായി. അത് കഴിഞ്ഞിട്ട് ആദ്യത്തെ അതായത് വയ്യാത്തവർക്ക് ഉള്ളതായിട്ടുള്ള സീനിയർ സിറ്റിസൺസ് വില്ലേജ് ആദ്യമായിട്ട് ബാംഗ്ലൂരിനടുത്ത് പീനിയ എന്ന് പറയുന്ന സ്ഥലത്ത് LIC കെയർ ഹോംസിന് വേണ്ടി. ഇതൊക്കെ ഞാൻ പറയുന്നത് ഒരു 10, 25, 30 വർഷം മുമ്പുണ്ടായ ചില മാതൃകകളാണ്. ഇതിനെപ്പറ്റി സംസാരിച്ച് തുടങ്ങാത്ത ഒരു കാലഘട്ടത്തിൽ മാതൃകകളാണ്. അതുപോലെ ഏറ്റവും വലിയ ട്രൈബൽ റീഹാബിലിറ്റേഷൻ, അത് അഭിമാനപൂർവ്വം പറയാതിരിക്കാൻ, ട്രൈബൽ റീഹാബിലിറ്റേഷൻ ഇന്ത്യയിൽ നർമ്മദ ആന്തോളനും മറ്റേ തെഹ്രി ഡാമിൻ്റെയൊക്കെ
അന്തർദേശീയ പ്രശ്നങ്ങളായിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ 15,000 കുടുംബങ്ങളെ പുനരുദ്ധരിപ്പിക്കുന്ന ഏറ്റവും അർത്ഥപൂർണ്ണമായിട്ടുള്ള കാര്യം സിങ്ക്രോഡി എന്ന് പറയുന്ന സ്ഥലത്ത് ചെയ്തതും ഞാനാണ്. അത് വളരെ ഒരു ദുർഘടമായൊരു ഭൂമികയായിരുന്നു. അവിടെ 15,000 വീടുകൾ ചെയ്ത ഒരു അനുഭവമുണ്ട്. അതൊക്കെ വലിയ ജീവിതത്തിലും ഞാൻ എപ്പോഴും പറയും പത്മശ്രീ പുരസ്കാരത്തിനേക്കാൾ എത്രയോ വലിയ പുരസ്കാരമാണ്. അവർ ഈ അന്ന് വൈകുന്നേരം ഉദ്ഘാടനം വന്ന് പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തിട്ട് എല്ലാവരും തിരിച്ചുപോയി. മൻമോഹൻ സിംഗിൻ്റെ കാലഘട്ടമാണ് എടുത്ത് തിരിച്ചുപോയി. ഇവരെന്നെ പിടിച്ചു നിർത്തിയിട്ട് വൈകുന്നേരം വരെ പിടിച്ചു നിർത്തി. അവിടെ മുഴുവൻ പോകുന്നിടത്ത് ഒരു ഉത്തരേന്ത്യൻ ഒരു ഇതുണ്ട്, ഒരു ആതിഥ്യമുണ്ട്. ആതിഥ്യം എല്ലായിടത്തും പാനി പീച്ചിയെ ഈ എന്നൊക്കെ പറയും മധുരമൊക്കെ തരും, കഴിക്കാതിരിക്കാൻ നോക്കിയത്. ഞാനിങ്ങനെ കഴിച്ച് മടുത്ത് ഇത്രയും വീടുകളല്ലേ, 15,000 വീടുകൾ എന്ന് പറഞ്ഞാൽ അവിടെ കുറേ സ്കൂളുകളെല്ലാം ചന്ത എല്ലാം പണിഞ്ഞിരുന്നു. അവിടെ കുളിക്കാനുള്ള കുളങ്ങൾ, വലിയ കായൽ വരെ ഞാൻ ഈ വാട്ടർ സ്കേഴ്സിൽ പണിഞ്ഞു. അങ്ങനെ അവിടെ പശുവിനുള്ള സ്ഥലങ്ങൾ, അവർക്ക് മൃതദേഹങ്ങൾ അടക്കാനുള്ള ക്രിമേഷൻ ഗ്രൗണ്ട് ഉൾപ്പെടെയുള്ള ഒരു വലിയ സംവിധാനമായിരുന്നു ആ കെട്ടിട പുനർനിർമ്മാണം. അത് എല്ലാവരും പരാജയപ്പെട്ട സ്ഥലത്ത്, എല്ലാവരും അതായത് ഇന്ത്യയിലെ എല്ലാ കുത്തക മുതലാളിമാരും പരാജയപ്പെട്ട സ്ഥലത്താണ് ഏറ്റവും അർത്ഥപൂർണ്ണമായിട്ട് ആ കൈപിടിക്കലിൻ്റെ സാക്ഷ്യം എന്ന് വെച്ചാൽ ഉദ്ഘാടനം കഴിഞ്ഞ് മന്ത്രിമാർ വന്ന് പോയി ഒരു വൈകുന്നേരം വരെ നിർത്തിയിട്ട് അവർ പറഞ്ഞു സാബ് അബി അബ് ജാവോ എന്ന് പറഞ്ഞു, തിരിച്ചു പോകാൻ പറഞ്ഞു. ഞാൻ തിരിച്ചു പോകുന്ന നേരത്ത് ഒരു സന്ധ്യയ്ക്ക് വേണ്ടി കാത്തിരുന്നതറിയാം. തിരിച്ചു പോകുന്ന വഴിക്കാൻ വാതിൽക്കൽ, ഗ്രാമത്തിൻ്റെ വാതിൽക്കൽ ഇനി സാറ് വരില്ല എന്നറിയാം, പക്ഷെ ഞങ്ങളുടെ കൂടെ നിങ്ങളുടെ ജീവിതത്തിൽ ഇത്രയും നാൾ നിന്നതിൽ ഞങ്ങൾക്ക് വളരെ അമൂല്യമായി നന്ദിയുണ്ട് എന്ന് പറഞ്ഞിട്ട് അവർ ഈ മലയിലേക്ക് തിരിച്ചെന്നെ നോക്കാൻ പറഞ്ഞു. മലയിലേക്ക് നോക്കിയപ്പം ദി ഹോൾ മൗണ്ടൻ വാസ് ലിറ്റ് വിത്ത് ദിയാസ്. അതായത് മുഴുവൻ ഈ വിളക്കുകൾ വെച്ചിട്ട് അവർ കത്തിച്ചു വെച്ച് പറഞ്ഞു, സാർ നന്ദി, ഇത് സാറിനോടുള്ള സല്യൂട്ടാണ്, ദിസ് എ ലൈറ്റ് സല്യൂട്ട് എന്ന് ഹിന്ദിയിൽ പറഞ്ഞത്. ഞങ്ങളുടെ ജീവൻ തന്നതിൽ ഞങ്ങളുടെ ഒരു സ്നേഹമാണ് എന്നുള്ളൊരു മല മുഴുവൻ ഈ ചിരാതുകൾ കത്തിച്ച് വെച്ച് ഒരു അനുഭവം. അതൊക്കെ എന്താ പറയുന്നത്, ഒരാർക്കിടെക്റ്റിനും ഒരിക്കലും കിട്ടാത്ത അനുഭവങ്ങളാണ്. ഞാൻ അവരുടെ കൂടെ കുറേ നാൾ നിന്നതിൻ്റെ അവർ പറയുന്നുണ്ട് ഇനി സാർ ഈ വഴിയിലേക്ക് വരില്ല എന്നറിയാം, പക്ഷേ എന്നാലും സാറ് നിന്ന് ഇതിനൊക്കെ ഞങ്ങളെന്ത് തിരിച്ചു പറയാൻ ഞങ്ങൾക്കൊന്നുമില്ല. ആ കുഞ്ഞുങ്ങൾക്ക് സ്കൂളുകളുണ്ടാക്കി, അവർക്ക് ആതുരാലയങ്ങളുണ്ടാക്കി, അവിടെ എല്ലാം ഉണ്ട്, അമ്പലങ്ങളുണ്ടാക്കി, അവർക്ക് കുഞ്ഞുങ്ങൾ കളിക്കാനായിട്ടുള്ള, കന്നുകാലികൾക്ക് മേയ്ക്കാനായിട്ടുള്ള ഒരുപാട് സാധനങ്ങളുണ്ടാക്കി ആ ഒരു വലിയ ഒരു ടൗൺഷിപ്പ് നിർമ്മിക്കുകയുണ്ടായിട്ടായിരുന്നു. അങ്ങനെയൊക്കെയുള്ള അത്യപൂർവമായിട്ട് ഒരുപാട്, അതോടെ ഇന്ത്യയിലെ മുഴുവൻ ദേവാലയങ്ങൾ ഉൾപ്പെടെയുള്ള ഭക്തി നിർഭരമായിട്ടുള്ള ദേവാലയങ്ങൾ. ഞാനതാ പറഞ്ഞു, ഓരോ കെട്ടിടത്തിനും ഓരോ പഠിക്കാനുള്ള സ്ഥലം നിർമ്മിക്കുന്നതിൽ, ഈ കളിക്കാനുള്ള സ്ഥലം ചെയ്യുന്നതിന്, ആത്മീയതയുടെ ചില ദേവാലയങ്ങൾ, ദൈവത്തിന് വേണ്ടിയുള്ള ആലയങ്ങൾ തെളിയുന്നതിന് ഇതിനൊക്കെ പ്രത്യേക സത്തയാണ്. അതൊക്കെ ഉൾക്കൊള്ളുവാൻ കഴിഞ്ഞു എന്നുള്ളത് തീർച്ചയായിട്ടും ജീവിതത്തിന് അമൂല്യമായിട്ടുള്ള പാഠങ്ങളായിട്ട്